അസസ്മെൻറ്റിൽ നമുക്ക് പിന്നീട് വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു അസസ്മെൻറ്റ് ഏരിയയാണ് ഈ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ്. അറിയാലോ, ജനങ്ങൾ സ്വമേധയാ, അതിപ്പോൾ വ്യക്തികളാവട്ടെ കമ്പനികളാവട്ടെ, സ്വമേധയാ നമ്മുടെ യഥാർത്ഥ ഇൻകം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരല്ല. 90% ആൾക്കാരും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് വെട്ടിക്കാൻ ശ്രമിക്കുന്നവരാണ് അല്ലേ. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇൻകം പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അപ്പം നമുക്ക് കൃത്യമായ സ്രോതസ്സിലൂടെ ഒരിക്കലും നമുക്ക് വെട്ടിക്കാൻ പറ്റാത്ത ഇൻകം മാത്രമേ, മറച്ചു വയ്ക്കാൻ പറ്റാത്ത ഇൻകം മാത്രമേ നമ്മൾ പലരും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് തുറന്നു പറയുകയും അതിൻ്റെ ടാക്സ് അടയ്ക്കാൻ ശ്രമിക്കുകയും റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യാറുള്ളൂ. പക്ഷേ എന്ന് മാത്രമല്ല, ചെറിയ ചെറിയ വരുമാനങ്ങൾ, നമുക്ക് ഒരു സ്രോതസ്സും ഇല്ലാതെ ക്യാഷായിട്ടൊക്കെ കിട്ടുന്ന വരുമാനങ്ങൾ നമ്മൾ പലപ്പോഴും മറച്ചു വയ്ക്കാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പോൾ എന്ന് മാത്രമല്ല, പരമാവധി ഇൻകം ക്യാഷായി വാങ്ങാനും ആൾക്കാർ അതുവഴി ശ്രമിക്കാറുണ്ട്. സോ ഇത്തരം പ്രാക്ടീസസിനെ തടയാൻ വേണ്ടിയിട്ട്, അതായത് അണ്ടർ റിപ്പോർട്ടിംഗ്, പലപ്പോഴും ഒരു വ്യക്തി അയാളുടെ യഥാർത്ഥ വരുമാനം മറച്ചു വെച്ച് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഒഴിവാക്കാനായി കാലങ്ങളായി അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ് സെൻട്രൽ ഗവൺമെൻറ്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും. ഇപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന തലത്തിലാണ്. അതിൻ്റെ അത്തരം നടപടികൾ തടയാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവലിലാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ വരെ ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻകം ടാക്സ് നിയമവും. നമ്മളിപ്പോൾ എന്ത് രൂപ, നമ്മൾ എവിടെ പൈസ ചിലവഴിച്ചാൽ അത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉയർന്നു കഴിഞ്ഞു. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലോ, നമ്മളൊരു നല്ലൊരു പർച്ചേസ്, അതിപ്പോൾ വാഹനമാവട്ടെ, സ്ഥലമാവട്ടെ, വീടാവട്ടെ, സ്വർണ്ണമാവട്ടെ, ഇതിനെയെല്ലാം ട്രാക്ക് ചെയ്യുന്ന തലത്തിലേക്ക് നമ്മുടെ നിയമവും അതിനു വേണ്ടിയിട്ടുള്ള സിസ്റ്റംസും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അതുവഴി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി തൻ്റെ വരുമാനം മറച്ചു വയ്ക്കുകയാണെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരിക, അതിനെ അസസ് ചെയ്യുക. ഇതാണ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മറച്ചു വെച്ച ഇൻകം അത് കണ്ടുപിടിച്ച് അതിനെ അസസ് ചെയ്ത് നമ്മളിൽ നിന്ന് ആ ടാക്സ് ഈടാക്കുന്ന പരിപാടിയുടെ പേരാണ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 147 ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ്. ഈ 147 പറഞ്ഞിരിക്കുന്ന ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് നടത്തണമെങ്കിൽ ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് 2 സെക്ഷൻ കൂടിയുണ്ട്, 148 148A. ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 വന്നിരിക്കുന്ന ഫിനാൻസ് ആക്ട് ഈ 2 സെക്ഷനിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അമെൻമെൻറ്റ് ഇൻ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് വിത്ത് ഇഫക്ട് ഫ്രം 1/9/2024. സോ ഇതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്ന സെക്ഷൻ 148, 148A, 149 എന്നീ സെക്ഷനുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ പൂർണ്ണമായിട്ട് ആ 3 സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. സോ ആദ്യം ഞാൻ എന്താണ് ഈ 148 എന്നുള്ള കാര്യം പറയാം. ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അസസിക്ക് ഒരു നോട്ടീസ് അയക്കും. നമ്മളോട് റിട്ടേൺ ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഈ ബ്ലോക്ക് അസസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. സോ ബ്ലോക്ക് അസസ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ സെർച്ച് അവസാനിപ്പിച്ചതിന് ശേഷം നമുക്കൊരു നോട്ടീസ് അയക്കുന്നുണ്ട്, കഴിഞ്ഞ 6 വർഷത്തെ റിട്ടേൺ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. അതേപോലെ തന്നെ ഇവിടെയും അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 147 പ്രകാരമുള്ള അസസ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ദേ വിൽ സെർവ് എ നോട്ടീസ് അണ്ടർ സെക്ഷൻ 148. നമുക്ക് നോക്കാം. അപ്പോൾ ഈ 148 നോട്ടീസിൻ്റെ എത്ര നാൾക്കുള്ളിൽ അയക്കണം, നോട്ടീസ് അയക്കുന്നതിന് മുന്നേ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ബിഫോർ മേക്കിംഗ് ഇഷ്യൂ ഓഫ് നോട്ടീസ്, നോക്കിയേ, ഇഷ്യൂ ഓഫ് നോട്ടീസ് വെയർ ഇൻകം ഹാസ് എസ്കേപ്ഡ് അസസ്മെൻറ്റ് സെക്ഷൻ 148. നോട്ടീസ് ഫോർ ഫയലിംഗ് റിട്ടേൺ ബിഫോർ മേക്കിംഗ് ദി അസസ്മെൻറ്റ്, റീഅസസ്മെൻറ്റ് ഓർ റീകമ്പ്യൂട്ടേഷൻ അണ്ടർ 147, ദി അസസിംഗ് ഓഫീസർ ഷാൽ നിർബന്ധമായും സബ്ജക്റ്റ് ടു ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 148A. അപ്പോൾ 148 പറയുന്നത് നോട്ടീസ് അയക്കണമെന്നാണ്. നോട്ടീസ് അയക്കുന്നതിന് തൊട്ട് മുന്നേ 148A എന്ന് പറയുന്ന സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിച്ചിരിക്കണം. അത് പാലിച്ചുകൊണ്ട് 148A വരുന്നുണ്ട്, നമുക്ക് നോക്കാം. 148A പാലിച്ചുകൊണ്ട് ഹി വിൽ ഇഷ്യൂ എ നോട്ടീസ് ടു ദി അസസർ.
ഓക്കെ, നോട്ടീസ് അയക്കും. ആ നോട്ടീസിനോടൊപ്പം തന്നെ എലോങ് വിത്ത് ഒരു കോപ്പി ഓഫ് ഓർഡർ പാസ്ഡ് അണ്ടർ 148A3. ഈ നോട്ടീസിൻ്റെ കൂടെ തന്നെ 148A3 പ്രകാരമുള്ള ഒരു ഓർഡറിൻ്റെ കോപ്പി കൂടി അതിനകത്ത് എന്ത് ചെയ്യും. ഈ 148A3 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസസ്മെൻറ്റ് നടത്താൻ പോകുന്നത് എന്ന് വിവരിച്ചുകൊണ്ടുള്ള ഓർഡറാണ് 148A3. ഓക്കെ, then require him to furnish within such period as may be specified in the notice. അപ്പോൾ ആ നോട്ടീസിനകത്ത് പറയും ഇത്ര നാൾക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം റിട്ടേൺ ഫയൽ ചെയ്യണമെന്നാണ് ഈ 148 നോട്ടീസിനകത്തുള്ളത്. നോട്ടീസ് നോട്ട് എക്സീഡിങ്, പക്ഷേ അത് എത്ര നാൾക്ക് എക്സീഡ് ചെയ്യാൻ പാടില്ല, നോട്ട് എക്സീഡിങ് 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് സച്ച് നോട്ടീസ് ഈസ് ഇഷ്യൂഡ്. നോട്ടീസ് ഇഷ്യൂ ചെയ്ത് 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ റിട്ടേൺ സമർപ്പിച്ചിരിക്കണം. ഓക്കെ, a return of his income or income of any other person in respect of which he is assessable under this act during the previous year corresponding to the relevant previous year. നമ്മുടെ റിട്ടേണോ അല്ലെങ്കിൽ മറ്റൊരാളുടെ റിട്ടേൺ നമ്മുടെ പേരിലാണ് അസസ് ചെയ്യുന്നതെങ്കിൽ ആ റിട്ടേണോ നമ്മൾ ഈ നോട്ടീസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. യെസ്, അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ്, നോ നോട്ടീസ് ഷാൽ ബി ഇഷ്യൂഡ് അൺലെസ് ദർ ഈസ് ഇൻഫർമേഷൻ വിത്ത് ദി അസസിംഗ് ഓഫീസർ which suggests that income chargeable to tax has escaped assessment in the case of assessee for the relevant. പിന്നെ ഈ നോട്ടീസ് നമ്മൾ വെറുതെ അയക്കേണ്ട ഒരു നോട്ടീസ് അല്ല. ഈ നോട്ടീസ് അയക്കണമെങ്കിൽ അസസിംഗ് ഓഫീസറുടെ പക്കൽ കൃത്യമായിട്ടുള്ള വിവരമുണ്ടായിരിക്കണം. ഒരു വ്യക്തി ടാക്സ് വെട്ടിച്ചിട്ടുണ്ട്, ഒരാൾ അയാളുടെ പുറത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരാൾ ഇൻകം പൊസസ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ്റെ പക്കൽ കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ ഈ നോട്ടീസ് അയക്കാൻ പറ്റത്തുള്ളൂ. ദെൻ വേർ ദി അസസിംഗ് ഓഫീസർ ഹാസ് റിസീവ്ഡ് ഇൻഫർമേഷൻ അണ്ടർ ദി സ്കീം നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 135. അത് റീസെൻ്റ്ലി ഇൻകം ടാക്സ് നിയമത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സെക്ഷനാണ് 135A. 135A പറയുന്നത് ഫേസ്ലെസ് ഗ്യാതറിംഗ് ഓഫ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. ഫേസ്ലെസ് ഗ്യാതറിംഗ് ഓഫ് ഇൻഫർമേഷൻ, അതായത് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായി നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ഒരു വിപ്ലവം, റെവല്യൂഷൻ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇത് AI കാലഘട്ടമാണ്. ഈ AI ഏറ്റവും സൂപ്പറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്ന് മാത്രമല്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് സോഴ്സസ് ഉണ്ട് നമ്മെ സംബന്ധിക്കുന്ന വിവരം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആരുമായിട്ടൊക്കെ ഇടപാട് നടത്തുന്നുണ്ടോ, വ്യക്തിപരമല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായിട്ട് നമ്മൾ ഒരുപാട് ഇടപാടുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ബാങ്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഇൻഷുറൻസ് കമ്പനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു സ്ഥലങ്ങളല്ലേ, ഈ ഫണ്ട് ഹൗസസ്, മ്യൂച്വൽ ഫണ്ട് ഹൗസസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അതുപോലെ തന്നെ ഡീലർമാർ, വലിയ വലിയ വില കൂടിയ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നമ്മളുമായിട്ട് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു കാർ ഡീലർ ഒരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു ഡീലറാണ്, അയാളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നെല്ലാം നമ്മെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ത്രൂ ഓൺലൈൻ പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഫേസ്ലെസ്. അപ്പോൾ നേരിട്ട് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ മുഖം അവർക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇതില്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വെബ്സൈറ്റ് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഇൻസൈറ്റ് പോർട്ടൽ എന്നാണ്. ഈ ഇൻസൈറ്റ് പോർട്ടലിലേക്ക് നമ്മളുമായി ഇടപാട് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ വിവരങ്ങൾ ഈ ഇൻസൈറ്റ് പോർട്ടലിലേക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതുവഴി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് വിവരം എന്ത് ചെയ്യുന്നു, കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ ഈ സെൻട്രലൈസ്ഡ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സെൻട്രലൈസ്ഡ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ. ആ കിട്ടിയ വിവരങ്ങളും നമ്മുടെ യഥാർത്ഥ നമ്മൾ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടുള്ള ഇൻകവും തമ്മിൽ മാച്ചിങ് ആവുന്ന വിവരങ്ങൾക്ക് തന്നെയാണോ? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണ്, എനിക്ക് 10 ലക്ഷം രൂപ വരുമാനം കാണിച്ചിട്ടുണ്ട്. ഞാൻ 10 ലക്ഷം രൂപ വരുമാനം കാണിച്ചിട്ടുള്ള ആൾ നേരെ പോയിട്ട് 40 ലക്ഷം രൂപയുടെ കാറ് മേടിച്ചിട്ടുണ്ട്. സോ ഞാൻ പുറത്ത് പറഞ്ഞ ഇൻകവും ഞാനിപ്പോൾ ചിലവാക്കിയ തുകയും തമ്മിൽ ഒരു മാച്ചിങ് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ സെൻട്രലൈസ്ഡ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിങ് ഈ വിവരം എന്ത് ചെയ്യും, കണ്ടെത്തും. നോക്കൂ, ഇവൻ 10 ലക്ഷം രൂപയുടെ വരുമാനമേ ഇവൻ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ഇവൻ പോയി 40 ലക്ഷം രൂപയുടെ എന്ത് ചെയ്തിരിക്കുകയാണ്, കാറ് മേടിച്ചിരിക്കുകയാണ്.
അല്ലെങ്കിൽ 50 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കണം, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി ഈ പറയുന്ന CRIU, സെൻട്രലൈസ്ഡ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ യൂണിറ്റ്, ഇത് കണ്ടെത്തിയിട്ട് ആ കണ്ടെത്തിയ വിവരങ്ങൾ ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് VRU, വെരിഫിക്കേഷൻ ഓഫ് റിസ്ക് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇവരുടെ തന്നെ കൈമാറും. അവരിത് ക്രോസ് ചെക്ക് ചെയ്യും, ഇത് കറക്റ്റാണോ എന്നുള്ളത്. ഇത് കറക്റ്റാണ്, അപ്പോൾ ഇവിടെ ഒരു റിസ്ക് ഉണ്ട്, ഈ അസസിയുടെ കാര്യത്തിൽ ദർ ഇസ് എ റിസ്ക്, ഇവനൊരു ടാക്സ് വെട്ടിക്കാൻ സാധ്യതയുള്ള ആളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ ആ വിവരം നേരെ അസസിങ് ഓഫീസർക്ക് പോവുകയും അസസിങ് ഓഫീസർ നമുക്ക് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അസസിങ് ഓഫീസർക്ക് അവിടെ എന്താണ് പ്രോപ്പറായിട്ടുള്ള ഒരു റീസൺ കിട്ടിയല്ലോ, നമുക്ക് നോട്ടീസ് അയക്കുവാനുള്ള റീസൺ കിട്ടിയില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 148 നോട്ടീസ് അയക്കുന്നതിന് മുന്നേ തന്നെ അയാളുടെ പക്കൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇവർ ഈ നോട്ടീസ് അയക്കത്തുള്ളൂ. എന്ന് മാത്രമല്ല, നോ നോട്ടീസ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി ഇഷ്യൂഡ് വിത്തൗട്ട് പ്രയർ അപ്രൂവൽ ഓഫ് ദ സ്പെസിഫൈഡ് അതോറിറ്റി. ദെൻ നമ്മൾ റിട്ടേൺ സമർപ്പിക്കണം. ദ റിട്ടേൺ ഓഫ് ഇൻകം ഷാൽ ബി ഫർണിഷ്ഡ് ഇൻ സച്ച് ഫോം ആൻഡ് വെരിഫൈഡ് ഇൻ സച്ച് മാനർ സെറ്റിംഗ് ഫോർ സച്ച് അതർ പർട്ടിക്കുലേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. നമ്മൾ റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കണം. അവർ പറയുന്ന ഫോമിലും അത് പ്രോപ്പറായിട്ട് രീതിയിൽ വെരിഫൈ ചെയ്ത് അവരാവശ്യപ്പെടുന്ന രേഖകളെല്ലാം സഹിതം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കണം. യെസ്, നമ്മൾ ഇത്തരത്തിൽ ഫയൽ ചെയ്യുന്ന റിട്ടേൺ സെക്ഷൻ 139 നമ്മൾ ഏതിനകത്തും പറഞ്ഞതാണ്. നമ്മൾ ബ്ലോക്ക് അസസ്മെൻറ്റിൻ്റെ കാര്യത്തിലും പറഞ്ഞു. നമുക്ക് 158BB നമുക്ക് നോട്ടീസ് നോട്ടീസ് വന്നിട്ട് നമ്മൾ അതിന് പ്രകാരം നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അത് 139 പ്രകാരം ഫയൽ ചെയ്ത് റിട്ടേൺ ആയിട്ട് കണക്കാക്കുമെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ തന്നെയാണ്. പിന്നെ സമയം വൈകിയാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അതിനെ 139 റിട്ടേൺ ആയിട്ട് പരിഗണിക്കുകയില്ല എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. യെസ്, then for the purpose of this section 148 and section 148A, information with the assessing officer which suggests that the income chargeable to tax has escaped assessment means. ശരിക്കും ഇപ്പോൾ ഒരു വ്യക്തി ടാക്സ് വെട്ടിച്ചു എന്നുള്ളത് അസസിങ് ഓഫീസർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ശരിക്കും അയാളുടെ ഒരു വ്യക്തി അയാളുടെ യഥാർത്ഥ ഇൻകം, അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഒരു കമ്പനിയോ ഫേമോ അവരുടെ യഥാർത്ഥ ഇൻകം മറച്ചു വെച്ചു എന്നുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എങ്ങനെയാണ് മനസ്സിലാവുക? യെസ്, ഇവിടെ ഒരു 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനറലി പറയുന്ന കാര്യങ്ങളാണ്. നോക്കേ, എനി ഇൻഫർമേഷൻ ഇൻ ദ കേസ് ഓഫ് ദി അസസി ഫോർ ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി. നോക്കണേ, റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി അഥവാ RMS ഫോർമുലേറ്റഡ് ബൈ ദ ബോർഡ് ഫ്രം ടൈം ടു ടൈം. അതായത് ഒരു വ്യക്തിയുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു രീതി ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയാസ്പദമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള ഒരു സിസ്റ്റം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ആ സിസ്റ്റത്തിലൂടെ നമ്മുടെ സംശയാസ്പദമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഫർമേഷൻ ഗ്യാതേർഡ് ത്രൂ റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി. അതേപോലെ തന്നെ എനി ഓഡിറ്റ് ഒബ്ജെക്ഷൻ ടു ദി എഫക്ട് ദാറ്റ് the assessment in the case of assessee for the relevant assessment year has not been made in accordance with the provisions of this act. ഓഡിറ്റ് ഒബ്ജെക്ഷൻ, ഇപ്പോൾ ഇൻകം ടാക്സ് നിയമത്തിൽ തന്നെ പലതരത്തിലുള്ള ഓഡിറ്റുകളെ പറ്റി പറയുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ ടാക്സ് ഓഡിറ്റ് അണ്ടർ 44A അല്ലേ. ഇപ്പോൾ ഒരു ഓഡിറ്റ് ഒബ്ജെക്ഷൻ വരികയാണ്, അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്തപ്പോൾ അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുകയാണ് ഇങ്ങനെ ഇന്ന കാര്യങ്ങളിൽ എനിക്ക് സംശയമുണ്ട്, സോ ഐ എം ക്വാളിഫയിങ് ദീസ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഈ നടന്നിരിക്കുന്ന ഇടപാട് സംശയാസ്പദമാണ് എന്ന് ഒരു ഓഡിറ്റർ അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു മതിയായ രേഖയാണ്, ഒരു മതിയായ ഇൻഫർമേഷനാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് 148 പോകുവാനുള്ള ഒരു മതിയായ വിവരമായിട്ട് പരിഗണിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എനി ഇൻഫർമേഷൻ റിസീവ്ഡ് അണ്ടർ ആൻ അഗ്രിമെൻറ്റ് റെഫേർഡ് ഇൻ 90 or 90A. 90 or 90A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് പല വിധത്തിലുള്ള കരാറുകളുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യക്ക് പുറത്തു പോയി വരുമാനം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് US പോയി ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിവിധ യൂറോപ്യൻ കൺട്രീസിൽ പോയി ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ആ രാജ്യം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യയിലെ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള കരാറുകൾ ഇന്ത്യയും ആ രാജ്യങ്ങളും തമ്മിലുണ്ടാകും. ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയും US തമ്മിലുള്ളൊരു കരാറാണ് ഫാറ്റ്ക എന്ന് പറയും, FATCA.
അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ളതിന് CRS എന്ന് പറയും, കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തരത്തിൽ സിസ്റ്റമോ സ്കീം അങ്ങനെ എന്തോ ആണ്. ഇത്തരത്തിൽ ഇങ്ങനെ പല കരാറുകളും എന്തുണ്ട് ഇന്ത്യക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ട്. അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടുത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പറയുന്ന ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ എനി ഇൻഫർമേഷൻ മെയ്ഡ് അവൈലബിൾ ടു അസസി അണ്ടർ ദ സ്കീം നോട്ടിഫൈഡ് ബൈ എന്താണ് 135A. ഞാൻ നേരത്തെ പറഞ്ഞു 135A പ്രാധാന്യത്തെ ഞാൻ പറഞ്ഞു. 135A പ്രകാരം ഗ്യാദർ ചെയ്യുന്ന വിവരങ്ങൾ. എനി ഇൻഫർമേഷൻ വിച്ച് റിക്വയർ ആക്ഷൻ ഇൻ കോൺസിക്വൻസ് ഓഫ് ദ ഓർഡർ ഓഫ് എ ട്രൈബ്യൂണൽ ഓർ കോർട്ട്. ഇൻകം ടാക്സ് അപ്പലറ്റ് ട്രൈബ്യൂണൽ, ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവയുടെ ഉത്തരവ് പ്രകാരം അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് കളക്ട് ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലും ഒരു 148 നോട്ടീസ് അയക്കാറുണ്ട്. അതുപോലെ തന്നെ എനി ഇൻഫർമേഷൻ ഇൻ ദ കേസ് ഓഫ് അസസി എമിനേറ്റിംഗ് ഫ്രം ദ സർവേ കണ്ടക്ടഡ് അണ്ടർ 133A അതർ ദാൻ സെക്ഷൻ 133A(2)A. അതായത് സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സർവേ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, അസസിങ് ഓഫീസർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസസിക്ക് കുറേ ക്വസ്റ്റ്യനെയർ പോലെ കുറേ കാര്യങ്ങൾ ഒരാളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇൻഫർമേഷൻസ് ഉത്തരങ്ങൾ കളക്ട് ചെയ്തെടുക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, they could issue notice under section 148 and conduct assessment under section 147. ഇനി 148A ആണ്. അതായത് ഈ നോട്ടീസ് അയക്കുന്നതിന് മുന്നേ ഹൗസിംഗ് ഓഫീസർ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതാണ് പ്രൊസീജിയർ ബിഫോർ ഇഷ്യൂവൻസ് ഓഫ് നോട്ടീസ് അണ്ടർ സെക്ഷൻ 148. Where the assessing officer has information which suggests that income chargeable to tax has escaped assessment in the case of an assessee for the relevant assessment year, he shall അയാൾ എന്ത് ചെയ്യണം, before issuing notice under 148 provide an opportunity of being heard to the assessee. ഈ നോട്ടീസ് ഇപ്പോൾ അയാൾക്ക് വിവരങ്ങളെല്ലാം കിട്ടി, ഇവൻ കള്ളനാണ്, ഇവൻ്റെ ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ അസസിയെ വിളിച്ചിട്ട് അയാൾക്ക് പറയാനുള്ളത് ഇവർ കേൾക്കും. An opportunity of being heard to the assessee, അതെങ്ങനെയാണ് കൊടുക്കുക, by serving upon him a notice to show cause as why a notice under section 148 should not be issued in his case, and such notice to show cause shall be accompanied by the information which suggests that income chargeable to tax has escaped assessment in the case for the relevant assessment year. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഒരു അസസിയുടെ പേരിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ 135A പ്രകാരം ഇപ്പോൾ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസൈറ്റ് പോർട്ടലിലൂടെ ഈ വിവരം ആരെ അറിയിച്ചു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വാഭാവികമായും ആളോട് ചോദിക്കത്തില്ലേ, നിനക്ക് എവിടെ നിന്നാണ് ഈ കാശ് 1 കോടി രൂപ? യെസ്. അപ്പോൾ അയാൾക്കൊരു നോട്ടീസ് അയക്കുന്നു, 148A പ്രകാരം നോട്ടീസ് അയക്കുന്നു. എന്നിട്ട് പറയാണ്, നിൻ്റെ അക്കൗണ്ടിൽ ഇത്രയും 1 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്, സോ നീ അത് എന്ത് ചെയ്യുക, എവിടെ നിന്നാണ് ഈ 1 കോടി രൂപ വന്നതെന്നുള്ളത് നീ ഇപ്പോൾ പറയുക, അതിന് തെളിവ് നമുക്ക് തരിക. ആ തെളിവിൽ ഓക്കെ ആണ്, എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിൻ്റെ പേരിൽ ഇനി വേറെ നടപടികളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ട് ഈ 1 കോടി രൂപ എവിടെ നിന്ന് വന്നതാണ്, ശരിക്കും ഞാൻ നേരത്തെ ഈ ഞാൻ ഇൻകമായി എനിക്ക് കിട്ടിയ തുകയിൽ നിന്ന് ടാക്സ് അടച്ചതിന് മിച്ചം വന്ന തുകയാണ് ഈ 1 കോടി രൂപ എന്ന് ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ 148 എനിക്ക് അയക്കില്ല. But I failed to give that explanation to the income tax department that from where did I get that amount. അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ബോധിപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 148 പ്രകാരം അടുത്ത ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റിൻ്റെ നോട്ടീസ് വരും. പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. എനിക്കെതിരെ അസസ്മെൻറ്റ് 147 പ്രകാരമുള്ള അസസ്മെൻറ്റ് നടക്കുകയും ചെയ്യും. സോ അപ്പോൾ ആദ്യം 148A പ്രകാരം എനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു നോട്ടീസ് വരുന്നതാണ്. 148A എന്നോട് കാര്യങ്ങൾ വിവരിക്കാൻ പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് വരും. സോ ഓൺ റെസീറ്റ് ഓഫ് ദ നോട്ടീസ് the assessee may furnish his reply within such period as may be specified in the notice. The assessing officer shall, on the basis of material available on recording and taking into account the reply, നമ്മൾ കൊടുത്ത റിപ്ലൈയുടെ അടിസ്ഥാനത്തിൽ pass an order with the prior approval of the specified authority determining whether or not it is a fit case to issue notice under section 148.
The provision of this section shall not apply to income chargeable to tax escaping assessment for any assessment year in the case of an assessee where assessing officer has received information under scheme notified under section 135A. Yes. സോ അതാണ് നമ്മൾക്ക് ആദ്യം നോട്ടീസ് തന്നതിന് ശേഷമായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്, 148 നോട്ടീസ് അയക്കുന്നതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇനി എത്ര നാൾക്കുള്ളിലാണ് ഈ പറയുന്ന നോട്ടീസ് നമുക്ക് നൽകേണ്ടത്, അതിനെ പറ്റിയാണ് 149 ടൈം ലിമിറ്റ് ഫോർ നോട്ടീസ്. നമുക്ക് നോക്കാം. വിവിധ സെനാരിയോസ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. 2 കേസുകൾ ഇവിടെ പറയാണ്. നോക്കൂ. Where assessing officer has in his possession books of accounts or other documents or evidence. നമ്മുടെ വരവ് ചിലവ് കണക്കോ മറ്റ് രേഖകളോ തെളിവുകളോ നമ്മുടെ പക്കലുണ്ട്. റിലേറ്റഡ് ടു എനി അസറ്റ് ഓർ എക്സ്പെൻഡിച്ചർ ഓർ ട്രാൻസാക്ഷൻ. നമ്മുടെ കൈവശം ഇരിക്കുന്ന അസറ്റിനെ പറ്റിയോ, ലാൻഡ്, ബിൽഡിങ്, വെഹിക്കിൾ, ഇതൊക്കെയാണല്ലോ നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ നമ്മുടെ ചിലവുകളെ പറ്റി, നമ്മുടെ വിദേശയാത്ര, നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ, അതുപോലെ തന്നെ വിവിധ ഇടപാടുകൾ, ട്രാൻസാക്ഷൻ ഓർ എൻട്രീസ് വിച്ച് ഷോസ് ദാറ്റ് ഇൻകം ചാർജബിൾ ടു ടാക്സ് വിച്ച് ഹാസ് എസ്കേപ്ഡ് അസസ്മെന്റ് എമൗണ്ട് ടു ₹50 lakh ഓർ മോർ. 50 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള ടാക്സ് വെട്ടിച്ചിട്ടുള്ളതായിട്ട്, 50 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള ഇടപാട് നമ്മൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ പുറത്ത് പറഞ്ഞിട്ടില്ല. അത്തരം ഇടപാടുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അവരുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ 148 നോട്ടീസ് അയക്കുന്നത് എപ്പോഴാണ്? ആദ്യം നമുക്ക് 148A നോക്കാം, അതിനുശേഷം 148ലേക്ക് വരാം. കാരണം 148ന് മുന്നേ നടക്കേണ്ടതല്ലേ 148A. നോട്ടീസ് ക്യാൻ ബി ഇഷ്യൂഡ് ആഫ്റ്റർ 3 years ഫ്രം ദി എൻഡ് ഓഫ് ദി റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇടപാട് നടന്നിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന 2025-26 പ്രീവിയസ് ഇയർ 2025-26 ഇടപാട് നടന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 2026-27. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31/3/2027. ഇവിടെ നിന്ന് 3 വർഷം വരെ സമയമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, നോട്ടീസ് ക്യാൻ ബി ഇഷ്യൂഡ് ആഫ്റ്റർ 3 years from the end of the relevant assessment year but within 5 years from the end of the relevant assessment year. അപ്പോൾ നോട്ടീസ് ക്യാൻ ബി ഇഷ്യൂഡ് ആഫ്റ്റർ 3 വർഷം കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം? 148A പ്രകാരമുള്ള നോട്ടീസ് അയക്കാം. പക്ഷേ വിത്തിൻ 5 years എന്നാണ് പറഞ്ഞത്. വിത്തിൻ 5 years ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. 31/3/2027. 5 വർഷം എന്ന് പറയുമ്പോൾ 28, 29, 30, 31, 32. സോ 31/3/2032 മുന്നേ എന്ത് ചെയ്തിരിക്കണം? ഈ നോട്ടീസ് 148A നോട്ടീസ് അയച്ചിരിക്കണം. ഇനി 148 നോട്ടീസ് എപ്പോഴാണ് വരിക? 148Aക്ക് ശേഷമല്ലേ? നോട്ടീസ് ക്യാൻ ബി ഇഷ്യൂഡ് ആഫ്റ്റർ 3 years and 3 months. ഒരു 3 മാസം കൂടി എക്സ്ട്രാ ഫ്രം ദി എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ബട്ട് വിത്തിൻ 5 years and 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ്. ഇനി 50 ലക്ഷം രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ, ഇൻ എനി അതർ കേസ് ആണെന്നുണ്ടെങ്കിൽ, നോട്ടീസ് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തിൻ 3 years. വിത്തിൻ 3 years ഫ്രം ദ എൻഡ് ഓഫ് ദി റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. മറ്റേതാണെങ്കിൽ വിത്തിൻ 3 years and 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. യെസ്. പിന്നെ നമുക്ക് ഈ 148, 148A നോട്ടീസൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് അഡീഷണൽ കമ്മീഷണർ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സെർച്ച് അസസ്മെൻ്റ് കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അസസ്മെൻറ്റ് നടത്തേണ്ടത് ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആണെങ്കിലും അതിന് ആരുടെ പ്രയർ പെർമിഷൻ വേണം? അഡീഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മീഷണറുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ മുമ്പ് ഈ സെർച്ച് അസസ്മെൻ്റ് ഒക്കെ നേരത്തെ ഈ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റിൻ്റെ പരിധിക്കുള്ളിലാണ് നടന്നിരുന്നത്. പിന്നെ ഈ 148, 148A നോട്ടീസ് എല്ലാം 148A നോട്ടീസ് അയക്കുന്നു, അതിനുശേഷം റിപ്ലൈ വാങ്ങുന്നു, അതിനുശേഷം 148 നോട്ടീസ് അയക്കുന്നു, അസസ്മെൻറ്റ് നടത്തുന്നു. അസസ്മെൻറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് 147 മുതൽ 151 വരെയുള്ള സെക്ഷനുകളിലാണ്. അതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ ഇത് പുതുതായിട്ട് വന്ന ഈ 2 സെക്ഷനിലും വന്ന കാര്യമായ മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ പുതിയ 2 സെക്ഷൻ പഠിക്കുകയും ചെയ്തു, 148ഉം 148A.
സോ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ കൂടിയാണ് 148 ആൻഡ് 148A. നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് TDSലും TCSലും വന്നിരിക്കുന്ന അമെൻമെൻറ്റുകളെ പറ്റിയാണ്. അത്യാവശ്യം അമെൻമെൻറ്റ് TDSലും TCS റേറ്റിലും വന്നിട്ടുണ്ട്. നമുക്ക് 1 by 1 നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ സാലറീഡ് TDSൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നൊരു അമെൻമെൻറ്റാണ്. നമ്മൾ നേരത്തെ നമ്മുടെ എംപ്ലോയർ നമുക്ക് തരുന്ന ശമ്പളത്തിൽ നിന്ന് ടാക്സ് കട്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് നേരത്തെ തന്നെ ഈ സെക്ഷൻ 192-നകത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. 192B ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ സാലറിയുടെ ഡീറ്റെയിൽസ് എംപ്ലോയർക്ക് കയ്യിലുണ്ട്. അപ്പോൾ എംപ്ലോയർ പക്ഷേ നമ്മളോട് ചോദിക്കും, നിനക്ക് വേറെ എന്തെങ്കിലും ഇൻകം കൂടി ഉണ്ടോ? നിനക്ക് വേറെ ഈ ഞാൻ തരുന്ന ശമ്പളത്തിന് പുറമെ നിനക്ക് വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ? ലൈക്ക് നിനക്ക് പലിശയോ നിനക്ക് വാടകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ആ വിവരം കൂടി എനിക്ക് തരിക. ഞാൻ അതുകൂടി നിൻ്റെ വരുമാനത്തിൽ ഉൾപ്പെടുത്തി. കാരണം എംപ്ലോയർ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ മേളിലാണ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് ആ ടോട്ടൽ ഇൻകത്തിൻ്റെ മേളിലുള്ള ടാക്സ് ഡിറ്റർമിൻ ചെയ്ത് ആ ടാക്സാണ് അയാൾ കട്ട് ചെയ്യുന്നത്. അല്ലാതെ സാലറിക്ക് ഒരു സ്പെസിഫിക് റേറ്റ് ഇല്ല. ഇപ്പോൾ റെൻറ്റ് തരുന്ന ആളാണെങ്കിൽ ഒരു പർട്ടിക്കുലർ റേറ്റ് ഉണ്ട്, 10% എന്നൊരു റേറ്റ് ഉണ്ട്. കമ്മീഷൻ തരികയാണെങ്കിൽ 5% റേറ്റ് ഉണ്ട്. അപ്പോൾ ചില പേയ്മെൻറ്റുകൾക്ക്, മെജോറിറ്റി പേയ്മെൻറ്റുകൾക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ട്. പക്ഷേ സാലറിയുടെ കാര്യത്തിൽ സാലറിക്ക് ഇത്ര പെർസെൻറ്റേജ് ടാക്സ് റിഡക്റ്റ് ചെയ്യണമെന്നല്ല. അപ്പോൾ സാലറിയുടെ കാര്യത്തിൽ എംപ്ലോയർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് തരുന്ന വരുമാനത്തിൽ നിന്ന് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ത് ചെയ്യും? കമ്പ്യൂട്ട് ചെയ്യും. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് ആ ടോട്ടൽ ഇൻകത്തിൻ്റെ മേലുള്ള ടാക്സ് ഡിറ്റർമിൻ ചെയ്ത് ആ ടാക്സ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയർ നമ്മളോട് ചോദിക്കാറുണ്ട്, നിനക്ക് വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ? ഞാൻ തരുന്ന ശമ്പളം അല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ? അപ്പം നമുക്ക് വേറെ എന്ത് ഇൻകം ഉണ്ടെങ്കിലും കൊടുക്കാം. സോ അതുകൂടി പരിഗണിച്ചിട്ടാണ് അയാൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. ആ ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് നമ്മുടെ ടാക്സ് അയാൾ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ട് ചെയ്ത് അതാണ് ഡിഡക്റ്റ് ചെയ്യുക. ഇപ്പോൾ അതിനകത്തൊരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എംപ്ലോയർ നമ്മളോട് ചോദിക്കുകയാണ്, നിനക്ക് വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടോ? അപ്പം നമ്മൾ ഞാൻ പറയണം, എനിക്കൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്ക് വാടക കിട്ടുന്നുണ്ട്, അപ്പം ഞാനത് കൊടുക്കും. എനിക്ക് വേറെ ഇവിടെ സഹകരണ ബാങ്കിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അതിൻ്റെ പേര് ഞാൻ കൊടുക്കും. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് എംപ്ലോയർ എന്ത് ചെയ്യുന്നത്? എൻ്റെ ടോട്ടൽ ഇൻകം ഡിറ്റർമിൻ ചെയ്തിട്ട് ടോട്ടൽ ഇൻകത്തിൻ്റെ മേലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പറയാണ്, എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ വാടക കിട്ടുമ്പോൾ ഓൾറെഡി എനിക്ക് ഇൻട്രസ്റ്റ് തരുന്ന ആൾ അല്ലെങ്കിൽ ആ വാടക തരുന്ന ആൾ എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അവർ ഒരു ടാക്സ് കട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പോൾ 10% വെച്ച് അവർ കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്ത് ടാക്സിൻ്റെ വിവരം കൂടി എനിക്കിനി എംപ്ലോയറെ അറിയിക്കാം. അപ്പോൾ എംപ്ലോയറോട് നേരത്തെ എനിക്ക് ആ ഇൻകത്തിൻ്റെ വിവരം മാത്രമേ അറിയിക്കാൻ പറ്റുള്ളായിരുന്നു. സോ ഇപ്പോൾ ആ ടാക്സ് അവർ എൻ്റെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത ടാക്സിൻ്റെ വിവരം കൂടി ഞാൻ എംപ്ലോയറോട് പറയുകയാണ്. അപ്പോൾ ഞാൻ എംപ്ലോയറോട് പറയും, എനിക്ക് ഇത്ര ഇൻകം ഉണ്ട്, പ്ലസ് പക്ഷേ ആ ഇൻകത്തിൽ നിന്ന് അവർ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് തരുന്നത്. സോ ഇത്ര രൂപ ടാക്സ് ഓൾറെഡി അവർ കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ വിവരം കൂടി ഞാൻ എംപ്ലോയർക്ക് കൊടുക്കുക. സോ എംപ്ലോയർ എൻ്റെ എല്ലാ വരുമാനവും പരിഗണിച്ച് എൻ്റെ ടോട്ടൽ ഇൻകം എടുക്കും. ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സിൽ നിന്ന് ഓൾറെഡി മറ്റുള്ളവർ കട്ട് ചെയ്തിരിക്കുന്ന TDS കുറച്ചിട്ട് ബാലൻസ് എമൗണ്ട് ടാക്സ് മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യത്തുള്ളൂ? പിടിക്കത്തുള്ളൂ. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ഓർഡർ ടു ഈസ് ദ കംപ്ലയൻസ് സെക്ഷൻ 192(2)B ഹാസ് ബീൻ അമെൻഡഡ്. സോ അമെൻമെൻറ്റ് വന്നിരിക്കുന്ന 192(2)B-ലാണ്. To include any tax deducted or collected to be taken into account for the purpose of making deduction under 192(1). സോ അതാണ് പറഞ്ഞത്. ഇനി 1/10/2024 മുതൽ ഈ താഴെ പറയുന്ന TDS സെക്ഷനുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ആദ്യം 193 ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ മേളിൽ വരുന്ന TDS ആണ്. ഇൻട്രസ്റ്റ് ഓൺ 193 പറയുന്നത് ഈ സെക്യൂരിറ്റീസിൻ്റെ മേളിലുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ആൾക്കാർ, സെക്യൂരിറ്റീസിൻ്റെ മേളിൽ വരുന്ന ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ആൾക്കാർ, ആ ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ മേളിലുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ആൾക്കാർ ആ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ അത് പേയ്മെൻറ്റ് സമയത്തോ വിച്ച് എവർ ഈസ് ഏർലിയർ ടാക്സ് കട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൻ 193 ഹാസ് ബീൻ അമെൻഡഡ് ടു അലൗ TDS. സോ 193 ഇപ്പം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? അലൗ ചെയ്യുന്നുണ്ട്. എന്താണ്? അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഫ്ലോട്ടിംഗ് റേറ്റ് സേവിംഗ് ടാക്സബിൾ ബോണ്ട് 2020. ഇതൊരു പ്രത്യേക പുതിയ സെക്യൂരിറ്റിയാണ്. എന്താണ്? ഫ്ലോട്ടിംഗ് റേറ്റ് സേവിംഗ് ടാക്സബിൾ ബോണ്ട് എന്നാണ് അതിൻ്റെ പേര്. ഇഫ് ഇൻട്രസ്റ്റ് പേബിൾ ഓൺ സച്ച് എക്സീഡ്സ് 10,000. സോ ഇതൊരു ഗവൺമെൻറ് സെക്യൂരിറ്റി ബോണ്ട് ആണ്.
ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് സേവിംഗ് ബോണ്ട് എന്ന് പറയും. ഫ്ലോട്ടിംഗ് റേറ്റ് ടാക്സബിൾ സേവിംഗ് ബോണ്ട് 2000, ഫ്ലോട്ടിംഗ് റേറ്റ് ടാക്സബിൾ സേവിംഗ് ബോണ്ട് 2020. സോ ഈ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സമയത്ത് അത് പേയ്മെന്റ് സമയത്ത് എന്ത് ചെയ്താൽ മതി, ടാക്സ് ഡിഡക്ട് ചെയ്താൽ മതി. അതും എക്സീഡ്സ് 10,000. അതിപ്പോൾ ഡ്യൂ ആവുന്ന സമയത്ത് ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ദി അമെൻമെന്റ് കെയിം അണ്ടർ സെക്ഷൻ 193. ദെൻ 194, നമ്മൾ നേരത്തെ ഈ ക്യാപിറ്റൽ ഗെയിനിൽ വന്നിരിക്കുന്ന അമെൻമെന്റിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളൊരു ക്യാപിറ്റൽ ഗെയിനിൽ അതർ സോഴ്സിന് വന്നിരിക്കുന്ന ഒരു അമെൻമെന്റ്, ബൈബാക്ക് നടത്തുന്ന സമയത്ത് നമുക്ക് തരുന്ന തുക ഇനി മുതൽ ഡിവിഡൻഡ് അണ്ടർ 222F ആയിട്ട് കണക്കാക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഡിവിഡൻഡ് ആയതുകൊണ്ട് തന്നെ ആ തരുന്ന തുകയുടെ മേളിൽ ടാക്സ് എന്ത് ചെയ്തിരിക്കണം, ഡിഡക്ട് ചെയ്യണം ആസ് പെർ സെക്ഷൻ 194. സോ എമൗണ്ട് റിസീവ്ഡ് ഓൺ ബൈബാക്ക് ഓർ ഷെയർ ഈസ് ട്രീറ്റഡ് ആസ് ഡിവിഡൻഡ് ആൻഡ് സബ്ജക്ട് ടു TDS. ദെൻ 194C, ഏറ്റവും അധികം ഒരു പ്രശ്നം നിൽക്കുന്ന ഒരു സെക്ഷൻ ആയിരുന്നു. ഈ 194Cയും 194Jയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. കാരണം 194Cയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ, വർക്ക് ചെയ്യുന്ന ഒരാൾ, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ, എംപ്ലോയി അല്ല, അല്ലാതെ ഒരു കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് കൊടുക്കുന്ന പേയ്മെന്റിൽ നിന്ന് TDS കട്ട് ചെയ്യണമെന്ന് പറയുന്ന സെക്ഷനാണ് ഏത്, 194C. പക്ഷെ ആ വർക്ക് അപ്പോൾ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ പേയ്മെന്റുകൾക്ക് 194Jയും ആണ് വരിക. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ കോസ്റ്റ് അക്കൗണ്ടന്റോ കമ്പനി സെക്രട്ടറി ഡോക്ടർ അഡ്വക്കേറ്റ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളൊരു പേയ്മെന്റ് കൊടുക്കുമ്പോൾ അവിടെ 194C അപ്ലൈ ചെയ്യും, 194J അപ്ലൈ ചെയ്യും. അങ്ങനെ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് മാത്രമുള്ള സെക്ഷനാണ്. മാത്രമല്ല പ്രൊഫഷണൽസിന് കൂടി അവിടെ പല പേയ്മെന്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ് 194C. ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് എനി സം റെഫേർഡ് ഇൻ 194J, 194Jയിൽ റെഫർ ചെയ്തിരിക്കുന്ന ഒരു പേയ്മെന്റ്, അതിനകത്ത് പ്രൊഫഷണൽ പേയ്മെന്റ് വരുന്നുണ്ട്, ഫീ ഫോർ ടെക്നിക്കൽ സർവീസ് വരുന്നുണ്ട്, റോയൽറ്റി വരുന്നുണ്ട്, നോൺ കമ്പീറ്റ് ഫീ വരുന്നുണ്ട്, ഡയറക്ടർ റെമ്യൂണറേഷൻ വരുന്നുണ്ട്. ഈ 5 പേയ്മെന്റുകൾ 194Jക്കകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഈ 5 പേയ്മെന്റുകളും ഒരു വർക്കായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. സോ അത് വ്യക്തമായിട്ട് പറയാണ്. സോ അതിൻ്റെ അർത്ഥം 194Jക്കകത്ത് പറഞ്ഞിരിക്കുന്ന പേയ്മെന്റുകളെ നിങ്ങൾ വർക്കായി കണക്കാക്കുകയെന്നില്ല. അതിനർത്ഥം അവിടെ 194C ആപ്ലിക്കബിൾ ആവില്ല. അപ്പം ധൈര്യമായിട്ട് പറയാം, ഇനി പ്രൊഫഷണൽസിന് കൊടുക്കുന്ന പേയ്മെന്റുകൾ, ടെക്നിക്കൽ ഫീസ് ആയിട്ട് കൊടുക്കുന്ന പേയ്മെന്റുകൾ, റോയൽറ്റി ആയിട്ട് കൊടുക്കുന്ന പേയ്മെന്റുകൾക്കൊന്നും 194C വരുമെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആ ഒരു ക്ലാരിഫിക്കേഷൻ സെക്ഷനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വരുത്തിയിട്ടുണ്ട്. 194F ഒഴിവാക്കി, ഒമിറ്റ് ചെയ്തു, ഇനി മുതൽ അതില്ല. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അമെൻമെന്റ് വന്നത് 194IA. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. 194IA പറയുന്നത്, നമ്മളൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ഒരു ബയർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മേടിക്കുകയാണ്, 50 ലക്ഷം രൂപയോ അതിനു മേളിലോ ആണ് അതിൻ്റെ വിലയെങ്കിൽ ടാക്സ് ഡിഡക്ട് ചെയ്യണം. 1% ടാക്സ് ഡിഡക്ട് ചെയ്തിട്ട് പേയ്മെന്റ് കൊടുക്കുക. ഉദാഹരണം 60 ലക്ഷം രൂപ വിലയുള്ള ലാൻഡാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ 1%, 60 ലക്ഷത്തിൻ്റെ 1% എന്ന് പറയുമ്പോൾ 60,000 രൂപ ഡിഡക്ട് ചെയ്തിട്ട് പേയ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം, ഈ പ്രോപ്പർട്ടിയുടെ വിലയാണോ ഈ 60 ലക്ഷം എടുക്കേണ്ടത്, അതോ സെല്ലർക്ക് കൊടുക്കുന്ന തുകയാണോ? ചിലപ്പോൾ ഇപ്പോൾ 2 സെല്ലർ ഉണ്ടെന്ന് വെച്ചോളാം. ഇപ്പോൾ പ്രോപ്പർട്ടി 2 പേരുടെ പേരിലാണ്, മിസ്റ്റർ എയും മിസ്സിസ് എയും. അവർ 2 പേരും കൂടെ ചേർന്നാണ് പ്രോപ്പർട്ടി നമുക്ക് വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ മിസ്റ്റർ എക്ക് 30 ലക്ഷം, മിസ്സിസ് എക്ക് 30 ലക്ഷം. അപ്പോൾ അവിടെ TDSന്റെ പ്രശ്നം വരുമോ? അപ്പോൾ പ്രോപ്പർട്ടിയുടെ വിലയാണോ നോക്കേണ്ടതോ, അതോ നമ്മൾ ആ കൊടുക്കുന്ന സെല്ലർ വൈസ് ആണോ നോക്കേണ്ടത്, പ്രോപ്പർട്ടി വൈസ് ആണോ, മൊത്തം വിലയാണോ നോക്കേണ്ടത്, അതോ ഓരോ സെല്ലർക്കും കൊടുക്കുന്ന തുക 50 ലക്ഷത്തിന് മേളിൽ പോകണമെന്നാണോ? നേരത്തെ അങ്ങനെയായിരുന്നു, സെല്ലർ വൈസ് ആയിരുന്നു നമ്മൾ നോക്കേണ്ടിയിരുന്നത്, 50 ലക്ഷം വരേണ്ടത്. സോ ഞാൻ ഈ പറഞ്ഞ കേസിൽ ഇവിടെ മിസ്റ്റർ എയും മിസ്സിസ് എയും ഉണ്ടെങ്കിൽ 30 60 ലക്ഷമാണ്. അപ്പോൾ പ്രോപ്പർട്ടിയുടെ വില 50 ക്രോസ് ചെയ്തെങ്കിൽ ഇവിടെ TDS വരില്ലായിരുന്നു. കാരണം മിസ്റ്റർ എക്ക് അവിടെ 30 കൊടുക്കുന്നുള്ളൂ, മിസ്സിസ് എക്ക് 30 കൊടുക്കും. 30 കൂടെ 60, പ്രോപ്പർട്ടി മൊത്തം വാല്യൂ അല്ല നോക്കണം, ഓരോരുത്തർക്കും 50 വന്നിട്ടുണ്ടോ, ഇല്ല. സോ അവിടെ 194IA ആപ്ലിക്കബിൾ ആവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് where there is more than one transferor or transferee in respect of an immovable property, then such a consideration shall be aggregate of the amount paid or payable by all the transferee to the transferor or all the transferor for transfer of such a immovable property. അപ്പോൾ അവിടെ നമ്മൾ ഇനി മുതൽ
എന്ത് ചെയ്യണം, ആ വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ആ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി നിങ്ങൾ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ആഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ 50 ലക്ഷം അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ടാക്സ് 1% ഡിഡക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ 194IA ആപ്ലിക്കബിൾ ആകും. അതാണ് പോയിന്റ്. പിന്നെ വേറെ വലിയ വ്യത്യാസങ്ങളല്ല, ചില റേറ്റുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 119D അല്ല, ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്ന 194DA ആണ് കേട്ടോ. 194DA കമ്മീഷനാണ്. 5% കമ്മീഷൻ. നേരത്തെ 5% ആയിരുന്നത് ഇപ്പോൾ എത്രയായിട്ട് കുറച്ചിട്ടുണ്ട്, 2% ആയിട്ട് TDS റേറ്റ് കുറച്ചിട്ടുണ്ട്. 194G 5 2% ആയിട്ടുണ്ട്. 194H 5 എന്നുള്ളത് 2 ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ട് വന്ന സംഭവങ്ങളാണ്. ഇതെല്ലാം 5 എന്നുള്ളത് എത്രയായിട്ട് മാറി, 2% മാറി. 194IB, അതായത് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന റെൻറ്റ്, മന്ത്ലി റെൻറ്റ് 50,000 രൂപയോ അതിന് മേളിൽ പോയാൽ, ഇപ്പോൾ വീടിൻ്റെയൊക്കെ വാടക മന്ത്ലി റെൻറ്റ് 50,000 അതിന് മേളിൽ പോയാൽ നേരത്തെ 5% അതിപ്പോൾ എത്രയായിട്ട് മാറിയിട്ടുണ്ട്, 2% മാറിയിട്ടുണ്ട്. 194M, യെസ്, 5% എന്നുള്ളത് 2% അപ്പോൾ എല്ലാ മിക്കവാറും 5% റേറ്റുകളെല്ലാം എത്രയായിട്ട് മാറിയിട്ടുണ്ട്. യെസ്, ഈ കോൺട്രാക്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനുള്ള കോൺട്രാക്ട് പേയ്മെൻറ്റ്, പ്രൊഫഷണൽ പേയ്മെൻറ്റുകളൊക്കെയാണ് 194. റെൻറ്റ് ഇതൊക്കെയാണ് 194. റെൻ്റല്ല, കോൺട്രാക്ട് പേയ്മെൻറ്റുകൾ, കമ്മീഷനുകൾ, അതുപോലെ തന്നെ പ്രൊഫഷണൽ പേയ്മെൻറ്റുകൾ, ഇതെല്ലാം തന്നെ 50 ലക്ഷത്തിന് മേളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുതൽ, നേരത്തെ 5% കട്ട് ചെയ്യണമായിരുന്നു, അതിപ്പോൾ 2% ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതുപോലെ 194A ECO പേയ്മെൻറ്റുകൾ, ECOയുടെ TDSൻ്റെ റേറ്റാണ്, അത് 1% എന്നുള്ളത് 0.1. ഇപ്പോൾ TDSൻ്റെ റേറ്റ് കുറയ്ക്കുകയും അതുവഴി നമുക്കൊരു ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട്. സോ ഈ സെക്ഷനുകളെല്ലാം ഓർത്തിരിക്കണം. പ്രധാനപ്പെട്ട അമെൻമെൻ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ദെൻ 197 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ TDS നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ നമുക്ക് പേയ്മെൻറ്റ് തരുമ്പോൾ TDS ഡിഡക്റ്റ് ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ TDS ഡിഡക്റ്റ് ചെയ്തിട്ട് തരത്തുള്ളൂ. പക്ഷെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അയാളോട് നമുക്ക് പറയാം, ശരി തന്നെയാണ്, നിങ്ങൾ നമുക്ക് തരുന്ന പേയ്മെൻറ്റ് അനുസരിച്ച് നിങ്ങൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, പക്ഷേ എൻ്റെ ഓവറോൾ ഇൻകം, എൻ്റെ മൊത്തം വരുമാനം ഈ പറയുന്നത് പോലെ എനിക്ക് 7 ലക്ഷം രൂപയ്ക്ക് താഴെ, 7 ലക്ഷം രൂപ നമ്മളിപ്പോൾ പഠിച്ചല്ലോ, 7 ലക്ഷം രൂപയ്ക്ക് അകത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് റിബേറ്റ് ഉണ്ട്. ഞാനൊരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ്, 7 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ അതിന് റിബേറ്റ് ഉണ്ട്. സോ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിരുന്നാലും എനിക്ക് ആ തുക ഫുള്ളായിട്ട് റീഫണ്ടായിട്ട് കിട്ടും. സോ എനിക്ക് മൊത്തം വരുമാനം 7 ലക്ഷം രൂപയ്ക്ക് താഴെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് എന്നിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാതിരുന്നൂടെ എന്ന് നമ്മൾ അയാളോട് ചോദിക്കും. അങ്ങനെ നമ്മൾ അയാളോട് ടാക്സ് ഡിഡക്റ്റ് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടാൽ അയാൾ ഡിഡക്റ്റ് ചെയ്യാതിരിക്കുകയൊന്നുമില്ല, കാരണം ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ഇൻകം ടാക്സ് ഓഫീസർ മുമ്പാകെ, നമ്മുടെ ഓഫീസർ മുമ്പാകെ നമ്മൾ ഈ കാര്യം എന്ത് ചെയ്യണം, വെളിപ്പെടുത്തണം. എന്നിട്ട് നമ്മളോട് നോ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് മേടിക്കാം. അപ്പോൾ ഈ കാര്യം നമ്മൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരോട് പറയുക, എന്താണ് സാർ, എനിക്ക് ഈ പറഞ്ഞതുപോലെ വരുമാനം 7 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളൂ. സോ എനിക്ക് ഒരാൾ തരുന്ന പേയ്മെൻറ്റിന് അയാൾ ടാക്സ് കട്ട് ചെയ്യാൻ പോവാണ്. സോ അയാൾ ടാക്സ് കട്ട് ചെയ്യാതെ എനിക്ക് ആ പേയ്മെൻറ്റ് മൊത്തം തരാൻ വേണ്ടിയിട്ട് സാർ എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരണം. ആ സർട്ടിഫിക്കറ്റ് ഞാൻ മേടിച്ച് അയാൾക്ക് കൊടുത്താൽ പിന്നെ അയാൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, ടാക്സ് ഡിഡക്റ്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ മൊത്തം ഡിഡക്റ്റ് ചെയ്യുന്ന കുറച്ചായിരിക്കും ഡിഡക്റ്റ് ചെയ്യുക. അത് നോ ഡിഡക്ഷൻ ഓർ ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അപ്പോൾ എനിക്കിതിങ്ങനെ മേടിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് എല്ലാ സെക്ഷനുകൾക്കും ഇത് ബാധകമായിരുന്നില്ല. ഇപ്പോൾ ഈ 197ൻ്റെ സ്കോപ്പ് 194Qന് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്. സോ 197 ഹാസ് ബീൻ അമെൻഡഡ് ടു ബ്രിങ് 194Q ഇൻ ഇറ്റ്സ് ആംബിറ്റ്. ഈ 194Q എന്താണെന്നുള്ളത് നമ്മൾ TDS പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 194Q പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ പർച്ചേസ് ചെയ്യാണ്, 50 ലക്ഷം രൂപയ്ക്ക് മേളിൽ നിങ്ങളൊരു സെല്ലറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു കച്ചവടക്കാരനാണ്, ഒരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്ക്, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് നിങ്ങളുടെ ഒരു സെല്ലറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, 50 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള പർച്ചേസ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് മേളിൽ നിങ്ങൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്, അടുത്ത 50 ലക്ഷം രൂപ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു 0.1% എന്ത് ചെയ്തിരിക്കണം, ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതാണ് ഈ പറഞ്ഞതുപോലെ 194 ക്യൂവിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. പ്രൊവൈഡഡ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 10 കോടി രൂപയ്ക്ക് മേളിലായിരിക്കണം. ഇതൊക്കെയാണ് കണ്ടീഷൻ.
അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് 194Q പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സ്വീകരിക്കാനൊക്കെ പറ്റും. അപ്പോൾ അയാൾ നമുക്ക് 194Q പ്രകാരം ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് തന്നു, നമുക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ TCSൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. TCSനകത്തും ടാക്സ് ലോവർ ടാക്സ് കളക്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് 206C9. അതിൻ്റെ കീഴിലേക്ക് 206C1H എന്ന് പറയുന്ന സെക്ഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ 206C1H 206C1Hും 194Qയും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. ഇപ്പം നമുക്കത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പർപ്പസ് അതല്ല. അപ്പോൾ 194Qയും 206C1Hും ഇത് പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനുകളാണ്. സോ അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതിൽ ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ 194Qയിലേക്കും 206C1Hയിലേക്കും ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്. ഓക്കെ, പിന്നീട് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഇപ്പോഴത്തെ നിയമത്തിൽ ഈ അമെൻമെൻ്റായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പോൾ സെക്ഷൻ 198 വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ്. ആദ്യമായി ഈ സെക്ഷൻ 198 എന്താണെന്നുള്ള കാര്യം പറയാം. ഈ 198 പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 198 പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഡിഡക്റ്റ് ചെയ്തെടുത്ത തുക ശരിക്കും നമ്മുടെ ഇൻകമാണ്. ഇപ്പോൾ ഒരാൾ എനിക്കിപ്പോൾ 5 ലക്ഷം രൂപ തരാനുണ്ട്, പ്രൊഫഷണൽ ഫീസ് 5 ലക്ഷം തരാനുണ്ട്. 5 ലക്ഷത്തിൽ നിന്ന് അയാൾ 10% ഡിഡക്റ്റ് ചെയ്ത് 50,000 ഡിഡക്റ്റ് ചെയ്തിട്ട് 4.5 ആയിരിക്കും എനിക്ക് തന്നിട്ടുണ്ടാവുക. സോ 198 പറയുന്നത് ആ ഡിഡക്റ്റ് ചെയ്തെടുത്ത ടാക്സ് എന്ന് പറഞ്ഞ് ഡിഡക്റ്റ് ചെയ്തെടുത്ത 50,000 കൂടി ആക്ച്വലി എൻ്റെ ഇൻകം തന്നെയാണ്, എൻ്റെ ഇൻകത്തിൻ്റെ ഭാഗമാണ്. സോ ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ 50,000 രൂപ കൂടി എൻ്റെ ഇൻകമായി ഡിക്ലെയർ ചെയ്തിട്ട് ആ ടോട്ടൽ ഇൻകത്തിൻ്റെ മേളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ആ വരുന്ന ടാക്സിൽ നിന്ന് ഈ ഡിഡക്റ്റ് ചെയ്തെടുത്ത ടാക്സ് കുറയ്ക്കാം. സോ 198 പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തെടുക്കുന്ന ടാക്സുകൾ പൂർണ്ണമായും തന്നെ നമ്മുടെ ഇൻകമായി പരിഗണിക്കണമെന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് ഓൾറെഡി പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പം പൊതുവേ നമ്മൾ നടക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ചെയ്യാറുമുണ്ട്. ഇന്ത്യയിൽ ഡിഡക്റ്റ് ചെയ്യുന്ന, ഇന്ത്യക്കകത്ത് ഡിഡക്റ്റ് ചെയ്യപ്പെടുന്ന ടാക്സുകളെല്ലാം തന്നെ ഇന്ത്യയിൽ ഡിഡക്റ്റ് ചെയ്യപ്പെട്ട് ഇൻകം ടാക്സ് അതോറിറ്റിയിലേക്ക് പോയിട്ടുള്ള ടാക്സ് എല്ലാം തന്നെ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, അവരവരുടെ ഇൻകമായി കാണിച്ച് തന്നെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. പക്ഷേ TDS എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് മാത്രമുള്ളൊരു കാര്യമല്ലല്ലോ. ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ ആ രാജ്യത്തും ഇതേ TDSൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് US വരുമാനം ഉണ്ടെങ്കിലോ ജർമ്മനിയിൽ വരുമാനം ഉണ്ടെങ്കിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അവിടെയും ഈ TDS എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അവിടെയുള്ള ഒരാളാണ് നിങ്ങൾക്ക് കാശ് തരുന്നതെങ്കിൽ അയാൾ ഓൾറെഡി ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് അത് അവിടുത്തെ ഗവൺമെൻറ്റിലേക്ക് ആ തുക അടച്ച് ബാക്കി തുകയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആ കാശ് കിട്ടുമ്പോൾ നമ്മളത് ഇവിടെ ഇൻകമായിട്ട് കാണിക്കുകയും ചെയ്യും. വിദേശ രാജ്യത്ത് നമ്മൾ ആ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ടാക്സ് ക്രെഡിറ്റ് ഇവിടെ കിട്ടുകയും ചെയ്യും. TDS പോലെ തന്നെ ആ അടച്ച ടാക്സ് നമുക്കിവിടെ ടാക്സ് ക്രെഡിറ്റ്, അതായത് ആ കിട്ടിയ തുക നമ്മൾ ഇവിടെ ഇൻകമായിട്ട് ഓഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഇൻകത്തിൻ്റെ മേളിൽ വരുന്ന ടാക്സ് ഓൾറെഡി ഞാനവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കതിവിടെ കൊടുക്കേണ്ടി വരാറില്ല. ഇതൊക്കെയാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെൻറ്റ്, യൂണിലാറ്ററൽ റിലീഫ്, ബൈലാറ്ററൽ റിലീഫ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇൻ്റർനാഷണൽ ടാക്സേഷനിൽ കാണുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ വിദേശത്ത് ഓൾറെഡി ടാക്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടാക്സ് അവിടെ അടച്ച ടാക്സിന് ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കിട്ടും. അത് ആൾക്കാർ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയാമോ, അവിടെ കൊടുത്ത ടാക്സ് ഇവിടെ നമ്മൾ ഇൻകമായി കാണിക്കാറില്ല. കിട്ടിയ തുക നെറ്റ് എമൗണ്ട് ഇവിടെ കാണിക്കും, പക്ഷേ ആ ടാക്സ് എമൗണ്ട് നമ്മളിവിടെ ഇൻകമായിട്ട് എന്ത് ചെയ്യാറില്ല, കാണിക്കാറില്ല. ഇവിടെ ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സ് നമ്മൾ ഇൻകമായി കാണിക്കാറുണ്ട്, പക്ഷേ അവിടെ ഡിഡക്റ്റ് ചെയ്യപ്പെട്ട, അവിടെ വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ച ടാക്സ് നമ്മൾ ഇവിടെ ഇൻകമായിട്ട് പലപ്പോഴും കാണിക്കാറില്ല. സോ ഇതിന് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇൻ ഓർഡർ ടു അഡ്രസ് ദിസ് ഇഷ്യൂ, സെക്ഷൻ 198 ഹാസ് ബീൻ അമെൻഡഡ് to provide that all sum deducted in accordance with the provisions of chapter 17B. ഓക്കെ, 17B പ്രകാരം, 17B എന്ന് പറയുന്നത് TDSൻ്റെ ചാപ്റ്ററാണ്. TDS ചാപ്റ്റർ പ്രകാരം ഡിഡക്റ്റ് ചെയ്യുന്ന മുഴുവൻ തുകയും അതേപോലെ തന്നെ ആൻഡ് ഇൻകം ടാക്സ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ വേ ഓഫ് ഡിഡക്ഷൻ in respect of which assessee is allowed credit against tax payable under the act are for the purpose of computing the income of the assessee deemed to be income received. So ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടിയ വരുമാനമായി പരിഗണിക്കണം എന്നാണ് ആ ഒരു സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
ഇനി മറ്റൊരു സെക്ഷൻ നമ്മുടെ TCSനകത്ത് വന്നിരിക്കുന്ന ഒരു സെക്ഷനാണ് 206C1F. 206C1F പറയുന്നത് നമ്മൾ ഇപ്പോൾ നിലവിലത് ഈ മോട്ടോർ വെഹിക്കിളൊക്കെ മേടിക്കും. 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ വിലയുള്ള മോട്ടോർ വെഹിക്കിൾ നമ്മൾക്കൊരാൾ വിൽക്കുമ്പോൾ അയാൾ നമ്മുടെ കയ്യിൽ നിന്ന് 1% TCS കൂടി കളക്ട് ചെയ്യാറുണ്ട്, 10 ലക്ഷത്തിന് മേളിൽ വിലയുള്ള. പക്ഷേ ഇപ്പോൾ ഈ 206Cയുടെ 1Fൻ്റെ സ്കോപ്പ് വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പം നിലവിലത് മോട്ടോർ വെഹിക്കിളിന് മാത്രമല്ല മറ്റ് ചില പ്രോഡക്റ്റുകൾക്ക് കൂടി 206C1F കൊണ്ടുവരികയാണ്. 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ നിങ്ങൾ വിലയുള്ള സാധനം നിങ്ങൾ മറ്റേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ ഇതുപോലെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ സെല്ലർ നമ്മുടെ കയ്യിൽ നിന്ന് TCS 1% കളക്ട് ചെയ്യും. പക്ഷേ അത് ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് ഗവൺമെൻറ്റിന് നോട്ടിഫൈ ചെയ്യും. ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദിസ് ബിഹാഫ്. നോക്കൂ, for proper tracking of such expense in order to widen and deepen the tax net, the said provision has been amended also levy TCS on any other goods of value exceeding 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ വിലയുള്ള മറ്റ് പ്രോഡക്റ്റുകളുടെ മേളിൽ കൂടി ഇത് കൊണ്ടുവരാൻ പോവാണ്. പിന്നെ ഇതൊരു ചെറിയൊരു സെക്ഷനാണ് അടുത്ത് വന്നിരിക്കുന്നത്, നമുക്ക് റെലവൻ്റ് അല്ല. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, ക്ലെയിമിംഗ് ക്രെഡിറ്റ് ഫോർ TCS ഓഫ് മൈനർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാരന്റ്. നമ്മൾ ഈ വിദേശത്തേക്കൊക്കെ പേയ്മെൻറ്റ് നമ്മൾ അയക്കുന്ന സമയത്ത്, വിദേശത്തേക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കുന്ന തുകയുടെ മേളിൽ TCS വരാറുണ്ട്. ഇപ്പോൾ വിദേശത്തേക്ക് കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് നമ്മൾ പണം അയച്ചു കൊടുക്കുമ്പോൾ TCS വരാറുണ്ട്. സോ അതിന് ഞാനത് മൊത്തത്തിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരും. സെക്ഷൻ 206C പ്രൊവൈഡ്സ് ഫോർ കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഓൺ the business of trading in alcohol, liquor, forest produce, scrap, etc. പൊതുവെ TCS വരുന്ന പ്രോഡക്റ്റുകളുടെ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഒരു മിനിറ്റ്. സോറി. Then representations have been received that there is no provision in the act for allowing credit of TCS to any other person other than the collector. 206C പറയാണ്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കളക്ട് ചെയ്ത ടാക്സിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ് കിട്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ ടാക്സ് കളക്ട് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ടാക്സിൻ്റെ ക്രെഡിറ്റ് കിട്ടണം. ടാക്സിൻ്റെ ക്രെഡിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ടാക്സ് ലൈബിലിറ്റിയിൽ നിന്ന്, ഫൈനൽ ടാക്സ് ലൈബിലിറ്റിയിൽ നിന്ന് ഈ കളക്ട് ചെയ്തെടുത്ത ടാക്സ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അതിനെയാണ് ടാക്സിൻ്റെ ക്രെഡിറ്റ് കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയാണ്, ഫോർ എക്സാമ്പിൾ, fund remitted under liberalized remittance scheme of RBI may have been remitted in the name of minor, and accordingly tax would have been collected under section 206(1)(g). However, there is no provision for the parent to claim the same in their return. ഇപ്പൊ മൈനർ, ഇപ്പോൾ മകനോ മകളോ വിദേശത്താണെന്ന് വെച്ചോളാം, ഓക്കെ, നമ്മൾ അവർക്ക് ലിബറലൈസ്ഡ് റെമിറ്റൻസ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് അയക്കാൻ പറ്റുന്ന ഫോറിൻ കറൻസിക്ക് ഒരു പരിധിയുണ്ട്. ഇത്ര മില്യൺ $US എന്നൊക്കെ ഉണ്ട്, ഇത്ര $US ഒരു വർഷം നമുക്ക് അയക്കാം. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിലൂടെ ഇത്ര $US നമുക്ക് വിദേശത്തേക്ക് അയക്കാനായിട്ട് സാധിക്കും. അതിന് കണക്കും പരിധിയും ഒക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ വിദേശത്തേക്ക് നമ്മളൊരു പേയ്മെൻറ്റ് നമ്മൾ അയക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് TCS ഉണ്ടാകും, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു TCS തുക എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. സോ അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മൈനറുടെ പേരിലാണ് പേയ്മെൻറ്റ് പോകുന്നതെങ്കിൽ അത് മൈനറുടെ കയ്യിൽ നിന്നാണ് ആ ടാക്സ്, മൈനറിൻ്റെ പേരിലാണ് ആ ടാക്സ് കളക്ട് ചെയ്യുക. സോ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത് മൈനർക്കാണ്. പക്ഷേ ഇവിടെ ഇത് അയക്കുന്നത് പാരൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, പാരൻറ്റിനാണ് ക്രെഡിറ്റ് കിട്ടേണ്ടതെങ്കിൽ മൈനറുടെ പേരിലാണ് അയക്കുന്നുണ്ട്, ആ ക്രെഡിറ്റ് വരുന്നത് ആർക്കാണ്? മൈനർക്കാണ്. പക്ഷെ ഇവിടെ ക്രെഡിറ്റ് വേണ്ടത് ആർക്കാണ് ശരിക്കും? കാരണം പാരൻറ്റിൻ്റെ ഇൻകമാണ് ഇപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്ത്, പാരൻ്റാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, കാശ് അയച്ചിരിക്കുന്നത്. ഇപ്പം നിലവിലുള്ള നിയമപ്രകാരം അതിൻ്റെ ക്രെഡിറ്റ് പാരൻറ്റിന് കിട്ടത്തില്ല. സോ അവിടെ നമുക്കൊരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ദെയർഫോർ അമെൻഡഡ് ടു ഇൻട്രൊഡ്യൂസ് എ പ്രൊവിഷൻ ഇൻ സെക്ഷൻ 206C to allow board to notify rules for the cases where credit of tax collected are given to person other than the collectee. സോ ഇപ്പോൾ പുതുതായിട്ടൊരു സംവിധാനം കൊണ്ടുവരാൻ പോവുകയാണ്. ആ സംവിധാന പ്രകാരം ടാക്സ് കളക്ട് ചെയ്യുന്നത് ഒരാളുടെ പേരിലാണെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് നൽകാനായിട്ട് സാധിക്കും. However, to ensure that this provision is not misused, credit of TCS of the minor shall only be allowed. സോ അപ്പോൾ അത് മൈനറിൻ്റെ ക്രെഡിറ്റ് മാത്രമേ
ഇത്തരത്തിൽ നമുക്ക് മറ്റൊരാൾക്ക് കൈമാറാനായിട്ട് പറ്റത്തുള്ളൂ. വേർ income of the minor is being clubbed with the parent as under section 64 or clubbing 64(1) which states that in computing the total income of an individual there shall be included all such income as arises or accrues to his minor child. അപ്പോൾ മൈനറിന്റെ ഇൻകം ഈ പാരന്റിന്റെ കയ്യിൽ എന്ത് ചെയ്യണം, നമ്മൾ ഉൾപ്പെടുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, ആ മൈനർക്കുണ്ടാകുന്ന ക്രെഡിറ്റ് പാരന്റിന്റെ ക്രെഡിറ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എടുക്കാനായിട്ട് സാധിക്കും. സോ ഇതൊരു അമെൻമെന്റ് ആണ്. മറ്റൊന്ന് അലൈൻമെന്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഫോർ ലേറ്റ് പേയ്മെന്റ് ഓഫ് ടു ഗവൺമെന്റ് അക്കൗണ്ട് ഓഫ് TCS. നേരത്തെ ഈ TDS നമ്മൾ സർക്കാരിലേക്ക് പ്രോപ്പറായിട്ട് അടയ്ക്കാതിരുന്നാൽ, നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടയ്ക്കാതിരുന്നാൽ നമ്മൾ 1.5% ഇൻട്രസ്റ്റ് പെർ മന്ത് ഓർ പാർട്ട് ഓഫ് ദി മന്ത് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഓരോ മാസത്തിനും 1.5% വെച്ച് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. ഇത് TDSന്റെ കാര്യത്തിലാണ് 1.5%. പക്ഷെ TCSന്റെ കാര്യത്തിൽ അത് 1% ആയിരുന്നു. ഇപ്പോൾ ആ 1% എന്നുള്ളത് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. സോ 206(c)(7) ഹാസ് ബീൻ അമെൻഡഡ് ടു സ്പെസിഫൈ ദാറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ് കളക്റ്റഡ്, അതുകൊണ്ട് നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ് കളക്റ്റഡ് at source to government account is to be increased from 1% to 1.5% every month or part thereof on the amount of such tax collected. നമ്മൾ ആ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞത് മുതൽ, ആ ഡേറ്റിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ അത് എന്നാണോ നിങ്ങൾ ആക്ച്വലി പേ ചെയ്യുന്നത് അതുവരെയുള്ള പീരീഡിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് 1.5% വെച്ച് ഇൻട്രസ്റ്റ് പെർ മന്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ മന്ത് കളക്ട് ചെയ്യും. നിലവിൽ അത് ഓൾറെഡി TDSന്റെ കാര്യത്തിൽ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 1.5% ഈസ് ആപ്ലിക്കബിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് TDSന്റെ കാര്യത്തിലാണ്. പക്ഷെ അത് TCSലേക്ക് കൂടി ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്, അത് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്. മറ്റൊന്ന്, there is a notification of certain person or class of person as exempt from TCS. അതായത് ഇപ്പൊ ചില വ്യക്തികളിൽ നിന്ന് നമ്മൾ ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. അതായത് ഓൾറെഡി എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം ഉള്ള വ്യക്തികൾ, ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, അല്ലെങ്കിൽ മറ്റ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള വരുമാനങ്ങളുള്ളവർ, അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല എന്നത് ഒരു വലിയൊരു പൊതുവായിട്ടുള്ള ആവശ്യമായിരുന്നു. സോ therefore it is being amended to provide that no collection of tax shall be made or that collection of tax shall be made at such lower rate in respect of specified transaction. ചില സ്പെസിഫൈഡ് ട്രാൻസാക്ഷൻ്റെ മേളിൽ ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. ഫ്രം സച്ച് പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺ ഇൻക്ലൂഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അസോസിയേഷൻ, ബോഡി ഓർ ക്ലാസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷൻ ഓർ ബോഡി ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഇൻ ദിസ് ബിഹാഫ്. പക്ഷെ അത് ആരൊക്കെയാണ് എന്നുള്ളത് ഗവൺമെന്റ് എന്ത് ചെയ്യും, കാലക്രമേണ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. പെനാൽറ്റി ആൻഡ് പ്രോസിക്യൂഷൻ, നമ്മൾ അമെൻമെൻറ്റിൻ്റെ അവസാനത്തെ ഏരിയയിലേക്ക് പോവാണ്. സോ പെനാൽറ്റി ആൻഡ് പ്രോസിക്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇൻകം ടാക്സ് നിയമത്തിനകത്ത് പിഴകളെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് ചുമത്താവുന്ന നമ്മുടെ കുറ്റകൃത്യങ്ങൾ, നമ്മൾ ചെയ്യാവുന്ന തെറ്റുകൾ, അതിൻ്റെ മേളിൽ വരുന്ന പിഴകളെയും ശിക്ഷാ നടപടികളെയും പറ്റി, തടവ് ശിക്ഷയെ പറ്റിയൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് പെനാൽറ്റി ആൻഡ് പ്രോസിക്യൂഷൻ. ആ ഒരു ഏരിയയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഒരു 3-4 അമെൻമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. അതിലാദ്യമായിട്ട് സെക്ഷൻ 271 FAA എന്ന് പറയുന്ന സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. സോ ഈ 271 FAA ഒരു 271 പൊതുവേ നമ്മുടെ പെനാൽറ്റികളെ പറ്റി പറയുന്നത്. 271 FAA എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതായത് ഞാൻ നേരത്തെ 135 പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. 135A ഞാൻ നേരത്തെ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റിനെ പറ്റി പറഞ്ഞു. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇപ്പോൾ നമ്മളോട് നേരിട്ട് ചോദിക്കുക അല്ലാതെ തന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് വിവരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. അതായത് നമ്മൾ പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായിട്ട് ഇടപാട് നടത്തുമ്പോൾ ബാങ്കുകൾ, ഇൻഷുറൻസുകൾ, സ്ഥാപനങ്ങൾ, കോപ്പറേറ്റീവ് സൊസൈറ്റി, മ്യൂച്വൽ ഫണ്ട് ഹൗസസ്, അല്ലെ പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, അല്ലെ പലതരത്തിലുള്ള ഡീലേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് നമ്മൾ ഇടപാട് നടത്തുമ്പോൾ അവരിൽ നിന്നുള്ള വിവരം ആരിലേക്ക് എത്താറുണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്താറുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എൻറ്റിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസൈറ്റ് എന്ന് പറയുന്ന പോർട്ടലുണ്ട്, അതുവഴിയാണ് ഇവർ വിവരങ്ങളൊക്കെ സമർപ്പിക്കേണ്ടതെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാതിരുന്നാൽ, തെറ്റായ വിവരങ്ങൾ ഇവർ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അസസയ്ക്ക് കൂടി ബുദ്ധിമുട്ടാവുകയല്ലേ. സോ തെറ്റായ വിവരങ്ങൾ ഇവർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മേളിൽ പിഴ ചുമത്തുവാനുള്ള അധികാരത്തെ പറ്റിയാണ് 271 FAA പറഞ്ഞിരിക്കുന്നത്. സോ നോക്കൂ, ഫർണിഷിംഗ് ഓഫ് ഇനാക്യുറേറ്റ് ഇൻഫർമേഷൻ ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഷാൽ ബി ലയബിൾ. അപ്പോൾ ആരാണോ ഇനാക്യുറേറ്റ്,
തെറ്റായ വിവരങ്ങൾ. അതുപോലെ തന്നെ ഫെയിലർ ടു കംപ്ലൈ വിത്ത് ദി ഡ്യൂ ഡിലിജൻസ് റിക്വയർമെൻറ്റ് ഇൻ ദി എസ്റ്റേറ്റ്. ഡ്യൂ ഡിലിജൻസ് എന്ന് വെച്ചാൽ പുലർത്തേണ്ട ശ്രദ്ധമായ കാര്യങ്ങൾ. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായി പാലിക്കാതെ, നടപടിക്രമങ്ങൾ പാലിക്കാതെ തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കുമ്പോൾ ചുമത്തപ്പെടുന്ന ടാക്സ് ആണ് ഈ 271 FA. 50,000 രൂപ വരെ ഇവരുടെ മേലിൽ എന്ത് ചെയ്യാം, പിഴ ചുമത്തപ്പെടാം എന്നുള്ളതാണ്. യെസ്, 50,000 റുപ്പീസിൻ്റെ പിഴയാണ് ഇതിൻ്റെ മേളിൽ വരുന്നത്. ഫർദർ 271 FA ഹാസ് ബീൻ ഇൻസേർട്ടഡ് ഇൻ. ഇനി 273B പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിഴ ചുമത്തിയാലും അവർക്കൊരു അവസരം കൊടുക്കുക. അതായത് മനഃപൂർവ്വമല്ലാത്ത തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാതെ പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ കാരണമുണ്ട്, അവിടെ എന്താണ്, അവിടെ വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് തെറ്റ് പറ്റി എന്നുണ്ടെങ്കിൽ അവർക്ക് ആ പിഴ എന്ത് ചെയ്യും, ഒഴിവാക്കി കൊടുക്കുമെന്ന് പറയുന്നതാണ് 273B. സോ 273B എന്ന് പറയുന്ന സെക്ഷനകത്ത് ഏതിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സെക്ഷൻ 271 FAA കൂടി ഇപ്പോൾ എന്ത് ചെയ്തു, ഉൾപ്പെടുത്തി. നോ പെനാൽറ്റി shall be impossible for any failure referred to in said if the assessee proves that there was a reasonable cause for such a failure എന്നുള്ളതാണ്. ശരി, അടുത്തൊരു പെനാൽറ്റിയുടെ സെക്ഷൻ വരുന്നത് 271GC എന്ന് പറയുന്ന സെക്ഷനാണ്. 271GC ഈ നോൺ റെസിഡന്റ് എൻറ്റിറ്റീസ്, അതായത് ഫോറിൻ കമ്പനി, വിദേശ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ലൈസൺ ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് ഈ RBIയുടെ ഒരു റിക്വയർമെൻ്റ് ആണ്. അതായത് നിങ്ങൾ ഇന്ത്യയിൽ അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. പക്ഷേ ഈ ലൈസൺ ഓഫീസസ് ഇന്ത്യയിൽ നിന്ന് ബിസിനസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. ഈ ലൈസൺ ഓഫീസ് ഓരോ വർഷവും അവസാനിച്ച് 60 ദിവസത്തിനുള്ളിൽ അവരുടെ ആ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ 60 എന്നുള്ളത് മാറ്റി എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു റൂള് നിർമ്മിച്ച് 60 ഡേയ്സിന് പകരം എത്ര ദിവസം എന്നുള്ളത് ഇനി പറയും, അത് പോട്ടെ. അപ്പോൾ അതൊരു ചെറിയ അമെൻമെൻ്റ് ആണ്, പോട്ടെ. എന്തായാലും ലൈസൺ ഓഫീസുകൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, അവരുടെ ആ ഒരു വർഷത്തെ പ്രവർത്തനം വർഷം അവസാനിച്ച് 60 ഡേയ്സിനുള്ളിൽ തൽക്കാലം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യണം, കൈമാറണമെന്ന് വെച്ചു. ഇതിൽ പിഴവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ there is a penalty under section 271GC. നോക്കൂ, ഫെയിലിയർ ടു ഫർണിഷ് സ്റ്റേറ്റ്മെൻറ്റ് മേ അട്രാക്ട് എ പെനാൽറ്റി. എത്ര രൂപ വെച്ചാണ് വരിക, 1000 രൂപ ഫോർ എവറി ഡേ ഫോർ വിച്ച് ഫെയിലിയർ കണ്ടിന്യൂസ്. ഓരോ ദിവസത്തിനും 1000 രൂപ വെച്ചാണ് നമുക്ക് പെനാൽറ്റി വരിക. ഇഫ് ദ പീരീഡ് ഓഫ് ഫെയിലിയർ ഡസ് നോട്ട് എക്സീഡ് 3 months, 3 മാസത്തിൽ കൂടുതൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും വെച്ച്, ആൻഡ് 1 lakh ഇൻ എനി അതർ കേസ്. ഈ 3 മാസത്തിൽ കൂടുതൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയാണ് ഇതിന് പെനാൽറ്റി വരിക. പിന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള റീസൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് 273Bക്കകത്ത് ഏതിൻ്റെ റെഫറൻസ് കൂടി ഇപ്പോൾ എഴുതി ചേർത്തിട്ടുണ്ട്, 271GCയുടെ സ്റ്റേറ്റ്മെൻറ്റ് റെഫറൻസ് കൂടി ഇപ്പോൾ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ പെനാൽറ്റി ഫോർ ഫെയിലിയർ ടു ഫർണിഷ് സ്റ്റേറ്റ്മെൻറ്റ്. പെനാൽറ്റി ഫോർ ഫെയിലിയർ ടു ഫർണിഷ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഇതൊരു നല്ലൊരു പോയിൻ്റാണ്, നല്ലൊരു അമെൻമെൻ്റാണ് ഈ 271H പെനാൽറ്റി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് അടച്ച് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ വരുന്ന ഒരു പെനാൽറ്റിയാണ് ഈ 271H എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്തു, ആ ടാക്സ് അടയ്ക്കാൻ വൈകി, റിട്ടേൺ ഫയൽ ചെയ്യാനും വൈകി, നിങ്ങൾ ആ ടാക്സും അടച്ച് അതിൻ്റെ ഇൻട്രസ്റ്റും അടച്ച്, ഇനി എന്തെങ്കിലും പെനാൽറ്റി ഉണ്ടെങ്കിൽ അതും അടച്ച്, നിങ്ങളിതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട സമയത്ത് നിന്ന് ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി. റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി എന്ന് കരുതി നിങ്ങൾക്ക് ഉടനെ പെനാൽറ്റി ഒന്നും വരില്ലായിരുന്നു. റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ഫയൽ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ പെനാൽറ്റി വരില്ല. പിന്നെ ഈ ലേറ്റ് ഫീ ഇൻട്രസ്റ്റ് ഒക്കെ വരും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കൃത്യസമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു, റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തു, റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി വരില്ലായിരുന്നു. ഇപ്പോൾ അതിലൊരു വലിയ അമെൻമെൻറ്റ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 271H3യിലാണ് ഈ പെനാൽറ്റി വരില്ല 1 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പീരീഡ് ഓഫ് ബിഫോർ ദ എക്സ്പയറി ഓഫ് പീരീഡ് ഓഫ് 1 year ഫ്രം ദ ടൈം പ്രിസ്ക്രൈബ്ഡ് ഫർണിഷിംഗ് സച്ച് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പെനാൽറ്റി വരില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ 271H3 ഹാസ് ബീൻ അമെൻഡഡ് ടു പ്രൊവൈഡ് ദാറ്റ് no penalty shall be levied if the person proves that after paying TDS or TCS along with the fee and interest to the creditors under government, he has filed TDS or statement before the expiry of, ഇനി പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോ,
1 month നോക്കൂ, 1 year ഉണ്ടായിരുന്നതാണ് ഇപ്പം എന്താക്കി മാറ്റിയിരിക്കുന്നത്, 1 month ആക്കി മാറ്റിയിരിക്കുകയാണ്. യെസ്, 1 month ഫ്രം ദി ടൈം പ്രിസ്ക്രൈബ്ഡ് ഫോർ ഫർണിഷിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അതൊരു വളരെ വലിയൊരു മാറ്റമാണ്. ഇപ്പം നിങ്ങൾ 1 മാസത്തിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പെനാൽറ്റി അട്രാക്റ്റ് ചെയ്യപ്പെടാം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു അമെൻമെൻറ്റ്. സോ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്. ഒരു അമെൻമെൻറ്റ് കൂടി ഞാൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് നമ്മുടെ ഇക്വലൈസേഷൻ ലെവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമെൻമെൻറ്റാണ്. 1/8/2024 മുതൽ ഇക്വലൈസേഷൻ ലെവി നിർത്തലാക്കി എന്നൊരു വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ അത് ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, ഇന്ത്യക്ക് പുറത്തുള്ള ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബിസിനസ്സിനെ വളരെ വലിയ തോതിൽ ബാധിക്കുന്നത് കൊണ്ട് തന്നെ യെസ്, അത് 2% ഉണ്ടായിരുന്ന ഇക്വലൈസേഷൻ ലെവി നിർത്തലാക്കി. പക്ഷേ ഡിജിറ്റൽ സർവീസുകളുടെ മേളിൽ ഇപ്പോൾ ഇക്വലൈസേഷൻ ലെവി ഉണ്ട് 6%. അതുപോട്ടെ, എന്തായാലും തൽക്കാലം ഇക്വലൈസേഷൻ ലെവി എന്ത് ചെയ്തിരിക്കുകയാണ് ഇവിടെ 1/8/2024 മുതൽ നിർത്തലാക്കി എന്നുള്ള ഒരു പോയിന്റ് കൂടി നോക്കി. അത് ഇത്തവണ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ ഇപ്പം ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യെസ്, so with this we are coming into the conclusion of the amendments for the CMA അതുപോലെ തന്നെ CACS ഇൻ്റർമീഡിയറ്റ് ഫൈനൽ ലെവൽ. പിന്നെ നമ്മൾ ഈ അവസാനം പഠിച്ച ഏരിയ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ചോദിക്കത്തില്ല. ഇൻ്റർമീഡിയറ്റ് ഞാൻ പറഞ്ഞു ഏതുവരെയാണ് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ആപ്ലിക്കബിൾ ആവുക എന്നുള്ളത്. അത്രയും ഏരിയ നമ്മൾ നിർബന്ധമായും പഠിച്ചിരുന്നേ പറ്റത്തുള്ളൂ ഇൻ്റർ ലെവലിൽ. ബാക്കി എല്ലാ ഏരിയയും നമ്മൾ ഫൈനൽ ലെവലിലാണ് നമ്മൾ കണ്ടിരുന്നത്. സോ എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, കാര്യമായി തന്നെ പഠിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ ഒരു പേപ്പർ അമെൻമെൻറ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് യെസ്, നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കുന്ന വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പഠിച്ചിട്ട് പോയാൽ നമുക്ക് ഉറപ്പായിട്ടും അത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എക്സാമിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻസൈറ്റ് അതിൽ നിന്ന് കിട്ടും, നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് തുടർന്നും മറ്റ് പല വിഷയങ്ങളും മറ്റ് പല ഏരിയാസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനിയും കോൺടാക്റ്റിലിരിക്കാം. സോ ഞാൻ ഈ ഇതിൻ്റെ വീഡിയോയുടെ ഭാഗമായിട്ട് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും. സോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്.